വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് സ്കിൽ വിൽ മെട്രിക്സ്. സ്മാൾ ആൻഡ് മീഡിയം ബിസിനസ്സുകളുടെ കേസിൽ നമ്മൾ ഏത് സ്ഥാപനത്തിലും ഈ 4 കാറ്റഗറി എംപ്ലോയീസിനെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഹൈ വിൽ ലോ സ്കിൽ. ഈ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ അവർക്ക് ജോലി ചെയ്യാനുള്ള സന്നദ്ധതയുണ്ട്, നല്ല മനോഭാവമുണ്ട്, കഴിവ് കുറവാണ്, സ്കില്ല് കുറവാണ്. ഈ ഒരു കാറ്റഗറിയെ കൂടുതലും കാണാൻ പറ്റുന്നത് ജൂനിയർ സ്റ്റാഫിലെ തുടക്കക്കാരിലാണ്. ഇവർക്ക് നല്ല ഗൈഡൻസ് ആവശ്യമാണ്, നിരന്തരം ട്രെയിനിങ് കൊടുത്തേ പറ്റൂ. പ്രോഡക്റ്റ് നോളജ് ആയാലും അല്ലെങ്കിൽ അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അത് റിലേറ്റ് ചെയ്യുന്ന ട്രെയിനിങ്ങുകൾ നിരന്തരം കൊടുത്തേ പറ്റൂ. ഓണേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ ഭാഗത്തുനിന്നൊക്കെ കണ്ടിന്യൂസ് ഗൈഡൻസും മെൻറ്ററിങ്ങും ആവശ്യമാണ്. ഇവരെ നമ്മൾ നന്നായി വളർത്തിയെടുത്തു കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ഒരു ഫ്യൂച്ചർ ലീഡേഴ്സ് ആവേണ്ട ആളുകളാണ്. എംപ്ലോയീസിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് ലോ വിൽ ഹൈ സ്കിൽ. ഈ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ അവരെ ആറ്റിറ്റ്യൂഡ് വീക്കാണ്, പക്ഷേ നല്ല കഴിവുള്ള ആൾക്കാരാണ്. എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിലാണ് നമുക്ക് ഇത്തരക്കാരെ കാണാൻ പറ്റുന്നത്. നമ്മൾ അടിയന്തരമായി ഇടപെട്ട് ഇവരെ ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി തരാവുന്ന ഒരു വിഭാഗം കൂടിയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇവരുടെ ആത്മവീര്യം ചോർന്നു പോവാൻ അല്ലെങ്കിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഡൗൺ ആവാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. കൂടുതൽ ഗ്രോത്തിനുള്ള അവസരം എനിക്ക് ഈ സ്ഥാപനത്തിനില്ല എന്ന തോന്നലാണോ? അതല്ല ഞാൻ ചെയ്യുന്ന എഫേർട്ടിന് എൻ്റെ കോൺട്രിബ്യൂഷൻസിന് വേണ്ടത്ര റെക്കഗ്നീഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല എന്ന തോന്നലാണോ? എന്താണോ റീസൺ എന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയും ഇത്തരക്കാർ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ അവർ വർക്ക് നന്നായി അറിയുന്നവരായിരിക്കും. ഇവരുടെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസൊക്കെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോജക്റ്റുകൾ, അവസരങ്ങൾ കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സൊക്കെ ആയിട്ട് ഇവരെ പ്രൊമോട്ട് ചെയ്യുക. മാത്രമല്ല ഇവർക്ക് നന്നായി ഫ്രീഡവും പവറൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇവർ നമ്മൾ അധികം സൂപ്പർവൈസ് ചെയ്യാതെ, മൈക്രോ മാനേജ് ചെയ്യാതെ ഇവർക്ക് ആവശ്യത്തിന് പവർ കൊടുത്തിട്ട് ഈ രീതിയിൽ കൃത്യമായ റീസൺ കണ്ടെത്തുകയും ഈ ഒരു കാറ്റഗറിക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും നന്നായി ഇവർക്ക് വർക്ക് അറിയാം. അപ്പോൾ ഇവരുടെ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രോജക്ട്സോ അവസരങ്ങളൊക്കെ കൊടുക്കുക. അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സൊക്കെ ആയിട്ട് ഇവരെ പ്രൊമോട്ട് ചെയ്യുക. ഇവർക്ക് ആവശ്യത്തിന് പവറും നമ്മൾ കൊടുക്കാൻ പറ്റിയാൽ ഇവർ നന്നായി പെർഫോം ചെയ്യും. മാത്രവുമല്ല എംപ്ലോയീസിൻ്റെ ടോട്ടൽ മീറ്റിങ്ങിലൊക്കെ ഇവരെ നന്നായി റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു അപ്രോച്ചും കൂടി നമ്മൾ ഇത്തരക്കാരിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് നല്ല പെർഫോമേഴ്സായി മാറ്റിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഇവരാണ് കമ്പനിയുടെ സീനിയർ മാനേജേഴ്സൊക്കെ ആയിട്ട് തിളങ്ങേണ്ട ആളുകൾ കൂടിയാണ്. എംപ്ലോയീസിൻ്റെ മൂന്നാമത്തെ കാറ്റഗറി ഹൈ വിൽ ഹൈ സ്കിൽ എന്ന് പറയുന്ന വിഭാഗമാണ്. വളരെ സ്കിൽഡാണ്, ഏത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധതയും ആറ്റിറ്റ്യൂഡും ഉണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്ഥാപനത്തിൽ ഹൈ പെർഫോമേഴ്സാണ്. സ്മാൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാർക്ക് ഇത്തരക്കാരെ വളരെ കുറച്ച് എണ്ണേ കിട്ടുള്ളൂ. കാരണം ഇവരെ അട്രാക്റ്റ് ചെയ്യുന്നത് എപ്പോഴും ബ്രാൻഡുകളും സൂപ്പർ ബ്രാൻഡുകളുമാണ്. ഇപ്പം നമ്മളെ കയ്യിലുള്ള വിരലിലെണ്ണാവുന്ന ഇത്തരം ഹൈ പെർഫോമേഴ്സിനെ, ആറ്റിറ്റ്യൂഡും സ്കില്ലുള്ള ഈ ടീമിനെ ഇവരെ എങ്ങനെ കൂടെ നിർത്താം? ഇതാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ളൊരു ചലഞ്ച്. നമ്മുടെ ബിസിനസ്സിൻ്റെ കോർ ടീം ഫോം ചെയ്യേണ്ടത് ഇവരെ വെച്ചിട്ടാണ്. നമ്മളെ ബിസിനസ്സിൻ്റെ കീ പോസ്റ്റുകൾ ചലിപ്പിക്കേണ്ടത് ഇവരാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തും GM CEO ഒക്കെ ആയിട്ട് പെർഫോം ചെയ്യേണ്ട ആളുകളാണ് ഇവർ. ഇവർക്ക് നമ്മളെ പ്രധാന റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യണം? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന, നമുക്ക് വിശ്വസിച്ച് നമ്മൾ ഏത് പ്രധാന ഉത്തരവാദിത്വം ഏൽപ്പിക്കാവുന്നൊരു വിഭാഗമാണിത് ഇവർ. അങ്ങനെ ഒരു ഡെലിഗേഷൻ കറക്റ്റ് ഈ ടീമിന് കൊടുത്തിട്ട് ഈ കോർ ടീം റണ്ണാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഡേ ടു ഡേ ബിസിനസ്സിലെ ഇൻവോൾവ്മെൻറ്റ് കുറക്കാനും ഒരു ബിസിനസ് ഓണർക്ക് എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കാനും പറ്റുള്ളൂ. ഇത്തരക്കാരെ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു എബിലിറ്റി ആയിട്ട് നമ്മൾ കാണേണ്ടത്. കാരണം ഇവർക്ക് നമ്മൾ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, നല്ല ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കൊടുക്കണം. ഇവർക്കാണ് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവും പ്രോഫിറ്റ് ഷെയറും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയൊക്കെ കൊടുത്തിട്ട് ലോങ് ടേമിൽ നമ്മളെ ബിസിനസ്സിൻ്റെ ലീഡർഷിപ്പ് എടുക്കേണ്ട ഈ ടീമിനെ നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ടത്. എംപ്ലോയീസിലെ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ലോ വിൽ ലോ സ്കിൽ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. കഴിവ് കുറവാണ്, സ്കില്ല് കുറവാണ്, അതോടൊപ്പം ആറ്റിറ്റ്യൂഡും വീക്കായിട്ടുള്ള ഒരു ടീമാണ്. ഇവരാണ് നമ്മളെ സ്ഥാപനത്തിലെ ലോ പെർഫോമേഴ്സ്. ഏതൊരു സ്ഥാപനത്തിനും വലിയ ത്രെട്ടാണ് ഇത്തരം ആളുകൾ എന്ന് പറയുന്നത്. ഇത്തരക്കാരെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഇവർക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ നമുക്ക് ചെറിയൊരു അവസരം കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇല്ല അവർ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അടിയന്തരമായിട്ട് നമ്മൾ ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു വിഭാഗമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇവർ ഡൗൺ ആവുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. കോൺഫിഡൻസിൻ്റെ കുറവാണോ? അതല്ല നമ്മുടെ സ്ഥാപനത്തിൻ്റെ കൾച്ചറുമായി ഇവർക്ക് ഇഴകിച്ചേരാൻ പറ്റാത്തതുകൊണ്ടാണോ? വല്ല ഫാമിലി പേഴ്സണൽ ഇഷ്യൂസും ഉണ്ടോ? എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് ആദ്യം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം. രണ്ടാമതായി ഒരു പക്ഷേ ഇവർ ചെയ്യുന്ന ജോബിൽ വല്ല സ്കിൽ ഗ്യാപ്പ് ഉണ്ടോ? ഒരു CRM എക്സിക്യൂട്ടീവ് ആണെങ്കിൽ
അതിന് വേണ്ട ഏതെങ്കിലും ഒരു സ്കിൽ സെറ്റിൽ ഏതെങ്കിലും ഒരു കുറവ് അവർക്കുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഒരു ഏരിയയിൽ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്.